മലയാള നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നുകാട്ടി 4.5 വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ടിലെ 289 പേജുകൾ. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയായിരുന്നു പ്രസിദ്ധീകരണം. മലയാള സിനിമാ മേഖല വാഴുന്നത് മാഫിയ സംഘമെന്നും പരാമർശമുണ്ട്. അവസാന നിമിഷവും സിനിമയെ വെല്ലുന്ന ടിസ്റ്റുകൾ മറികടന്നുകൊണ്ടാണ് 4.5 വർഷങ്ങൾക്കിപ്പുറം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ മലയാള സിനിമാ മേഖലയുടെ എല്ലാ പ്രൌഢിയും ചോർത്തുന്നു. റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്നത് വ്യാപകമായ ലൈംഗിക ചൂഷണം. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു. അവസരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും നിന്നുകൊടുക്കേണ്ട അവസ്ഥ. സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരമില്ല. ചൂഷകരെ സംരക്ഷിക്കുന്നത് പ്രധാന താരങ്ങളും. അതിക്രമം കാട്ടിയവരിൽ പലരും ഉന്നതർ. പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ പോലും ഭയം. പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം വലുത്. സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കും. തീരുന്നില്ല. നടിമാരുടെ വാതിലിന്മേലുള്ള മുട്ടും ഒരു പതിവ് സംഭവമാണ്. തുറക്കാൻ വിസമ്മതിച്ചാൽ ശക്തമായി ഇടിക്കും. സഹകരിച്ചില്ലെങ്കിൽ റീടേക്കുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കും. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമൊരുക്കിയിട്ടില്ല. സ്ത്രീ സൗഹാർദ്ദമല്ലെന്ന് മാത്രമല്ല, ക്രിമിനലുകളാണ് സിനിമാ മേഖല നിയന്ത്രിക്കുന്നതെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. 15 പേരടങ്ങുന്ന പവർ ഗ്രൂപ്പിന്റെ കയ്യിലാണ് മലയാള സിനിമ. പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കും. വഴങ്ങാത്തവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ തുടച്ചുമായ്ക്കും. സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ തങ്ങൾക്ക് ഭയമാണെന്നതടക്കമുള്ള നടിമാരുടെ മൊഴികൾ മലയാള സിനിമാ മേഖലയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥ തുറന്നു കാട്ടുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.